നമസ്കാരം. ഞാൻ ഡോക്ടർ സൂര്യ, ആയുർവേദിക് ഫിസിഷ്യൻ ആണ്. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ കേശ സംരക്ഷണം എന്നുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പൊ അതിൽ നമുക്ക് കൂടുതലായിട്ട് എപ്പോഴും വരുന്ന ഒരു ക്വരീസ് ആണ്, ഡോക്ടർ എനിക്ക് നല്ലോണം ഹെയർ ഫോൾ ഉണ്ട്, അല്ലെങ്കിൽ അകാല നരയുണ്ട്, താരനുണ്ട്. അപ്പം ആയുർവേദത്തിലെ ട്രീറ്റ്മെന്റ് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് ഉണ്ട്. നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള സ്കാൽപ്പിനെ നറിഷ് ചെയ്യുന്നതും ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരുപാട് ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് ഉണ്ട്. ലൈക്ക് ക്ഷീരോഭ്യംഗം, നസ്യം, ധൂമപാനം പോലെ ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. പ്ലസ് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഫോള് വരാനായിട്ട് കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ശരിക്കും ഇതിന് കാരണം ഹേതു അല്ലെങ്കിൽ നിദാനം എന്ന് നമ്മൾ ആയുർവേദത്തിൽ പറയും. അപ്പൊ അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹെൽത്ത് ഈക്വലി ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഇതിൽ ശാരീരിക സ്വാസ്ഥ്യം, മാനസിക സ്വാസ്ഥ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശാരീരിക സ്വാസ്ഥ്യത്തിന് നമുക്ക് പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം സമീകൃതമായിട്ടുള്ള ഒരു ആഹാര രീതിയാണ്. എന്ന് വെച്ചാൽ ഹെൽത്തി ആയിട്ടൊരു ഡയറ്റ് ഹാബിറ്റ് നമ്മൾ ഫോളോ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ കൂടുതലും ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ സ്പൈസി ഫുഡ്സ് അങ്ങനെയുള്ളതാണ് കൂടുതൽ, കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ. അപ്പൊ അങ്ങനെയാണ് കൂടുതൽ ആൾക്കാരും കഴിക്കുന്നത്. അപ്പൊ നമ്മൾ അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ നമ്മൾ വരുന്ന ഹെയർ ഫോൾ കണ്ടുവരുന്ന മറ്റൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് റിലേറ്റഡ്. നമുക്ക് മാനസിക സ്വാസ്ഥ്യം എങ്ങനെ റിലേറ്റ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹെയർ ഫോളുമായിട്ട് എന്താ റിലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആയുർവേദത്തിൽ പറയുമ്പോൾ നമ്മുടെ 3 ദോഷങ്ങൾ, വാദം, പിത്തം, കഫം, ഈ 3 ദോഷത്തിന്റെ ഇക്വിലിബ്രിയമാണ് നമ്മുടെ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ പിത്തം എന്ന് പറഞ്ഞ ദോഷം വർദ്ധിക്കുന്ന കണ്ടീഷൻ നമുക്ക് നല്ലോണം ഹെയർ ഫോൾ വരാനുള്ള ചാൻസ്. അപ്പം എങ്ങനെ പിത്തം വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഹീറ്റുമായിട്ട് വേണമെങ്കിൽ കോറിലേറ്റ് ചെയ്യാം. എങ്ങനെ വർദ്ധിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇമോഷനുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇപ്പൊ നമുക്ക് നല്ലോണം ദേഷ്യം വരും, അല്ലെങ്കിൽ നമ്മൾ നല്ലോണം സങ്കടം വരുന്നു, അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു മോഡാണ്, അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് ഫീലിങ്സ് അധികമായിട്ട് വരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് മെന്റൽ ഇമോഷൻസ് വരുന്ന ടൈമിൽ നമ്മുടെ ഹീറ്റ് പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അപ്പൊ നല്ലോണം ഹെയർ ഫോൾ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് PCOS അല്ലെങ്കിൽ PCOD എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. നമ്മൾ മോസ്റ്റ് കോമൺ ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ് നമ്മൾ കാണുന്നതാണ് ഇപ്പോൾ. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോയ്ഡ് റിലേറ്റഡ് ഇഷ്യൂസ് പറയുന്നു. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയർലി 50s അടുക്കുമ്പോൾ ഒരുപാട് പേര് പറയുന്നതാണ് ഹെയർ ഫോൾ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. ലൈക്ക് മെനോപോസ്, ആർത്തവ വിരാമം എന്നുള്ളൊരു കണ്ടീഷൻ വരുമ്പോഴേക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് കൺസിഡർ ചെയ്യുന്ന ഹെയർ ഫോളിന്റെ കോസസ് ആയിട്ട് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കുറച്ച് ഫാക്ടേഴ്സ് ആണിത്. നമ്മൾ ഈ ഫാക്ടേഴ്സ് എല്ലാം കണ്ടെത്തി വിത്ത് ദാറ്റ് കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ ആയുർവേദിക് എക്സ്റ്റേണൽ തെറാപ്പീസ് കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ ഹെയർ ഗ്രോത്ത് നല്ലോണം പ്രൊമോട്ട് ആവുന്നുണ്ട്. അപ്പോൾ ആയുർവേദിക് ആയിട്ടുള്ള ബാക്കി ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസിനെ കുറിച്ച് നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതാണ്. താങ്ക് യു.